സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയും നന്ദനും ദേവികയുടെ വീട്ടിലോട്ട് ചെല്ലുമ്പം അവർക്കെല്ലാവർക്കും സന്തോഷമാവുന്നുണ്ടെങ്കിലും രാധികയ്ക്കൊക്കെ ചെറിയൊരു വിഷമമുണ്ട്. കാരണം പ്രഭാവതിയുടെ ആ ഒരു തീരുമാനം തന്നെയാണ് രണ്ട് സ്ഥാനാർത്ഥികളും ഇനിയിപ്പോൾ ഒരു വീട്ടിൽ താമസിക്കേണ്ടെന്നുള്ള. അത് കേട്ടിട്ട് അവർക്ക് വിഷമമാവുന്നുണ്ടെങ്കിലും നന്ദൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഇലക്ഷൻ കഴിയുന്ന വരെയല്ലേ ഉള്ളൂ എന്ന്. പിന്നീട് നമ്മളുടെ ഗിരീഷിനാണെങ്കിൽ ദേവികയെ കാണാൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം ഗിരീഷൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ദേവികയെ കാണാൻ പറ്റിയെന്ന് വരില്ല, പ്രഭാവതി മേഡത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും എൻ്റെ കയ്യിലാണ്. ഇനിയിപ്പോൾ ദേവിക കയറുന്ന വീടുകളിൽ ഞങ്ങളും കയറും. ദേവികയ്ക്ക് എതിരായിട്ടുള്ള പ്രചരണമായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. പ്രഭാവതി മേഡത്തെ ജയിപ്പിക്കാൻ വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ദേവികയ്ക്ക് അതിലെന്നോട് ഇഷ്ടക്കുറവൊന്നും തോന്നരുതെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അതിനെന്താ ഗിരീഷേട്ടൻ്റെ പാർട്ടിയല്ലേ അമ്മ മത്സരിക്കുന്ന പാർട്ടി, അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടല്ലേ ഗിരീഷേട്ടൻ പ്രവർത്തിക്കേണ്ടത്. എന്തായാലും ഗിരീഷേട്ടന് ഇവിടെ വരെ വന്ന് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള മനസ്സ് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഗിരീഷ് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് നന്ദൻ പ്രഭാവതിയുടെ അടുത്ത് ചെല്ലണ സമയത്ത് പ്രഭാവതിയാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. പ്രഭാവതിയോട് നന്ദൻ പറയുന്നുണ്ട് നാളെ അമ്മ നോമിനേഷൻ കൊടുക്കരുതെന്ന് പറയുമ്പം എന്തർത്ഥത്തിലാണ് നീ എന്നോട് നോമിനേഷൻ കൊടുക്കരുതെന്ന് പറയണേ? അമ്മയും ദേവികയും ഇങ്ങനെ മത്സരിക്കുമ്പോൾ അത് കുടുംബത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഇപ്പം തന്നെ ചന്ദ്രോത്ത് തറവാട്ടിൽ 4 വഴിക്കാണ് കാര്യങ്ങൾ പോണേന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ദേവികയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, അത് ദേവികയ്ക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ഇവിടുന്ന് പോയിരിക്കണം, അതുകൊണ്ട് നീ അതോർത്ത് വിഷമിക്കണ്ട. എന്തായാലും ഞാൻ നാളെ നോമിനേഷൻ കൊടുക്കാൻ പോകാം, നീ എൻ്റെ കൂടെ വരില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല അമ്മേ ഞാൻ വരില്ല എന്ന് പറയുന്നു. അത് കേട്ടതും പ്രഭാവതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അതെന്താ നീ അങ്ങനെ പറയണേ? ഞാൻ നിൻ്റെ അമ്മയല്ലേ, ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പം നീ എൻ്റെ കൂടെ വരേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പം അമ്മ അച്ഛനെ കൂട്ടി പോയിക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും സിദ്ധു എൻ്റെ കൂടെ വരില്ല, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്, ഞാൻ സിദ്ധുവിനെ വിളിക്കണമില്ല. ആ സമയം നന്ദൻ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ വാശി പിടിക്കണേ? അമ്മയ്ക്ക് ആരോടാ ദേഷ്യം? എന്നോടാണോ അതോ അച്ഛനോടോ അല്ലെങ്കിൽ പിന്നെ ദേവീനോടാണോ? ഞങ്ങളാരും അമ്മയോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാന്ന് ചോദിക്കുമ്പം ദ്രോഹം ചെയ്യാഞ്ഞിട്ടാണോ? VDFൻ്റെ പ്രവർത്തകരല്ലേ എന്നെ ആക്രമിച്ചത്, അത് നിൻ്റെ ഭാര്യയുടെയും അച്ഛൻ്റെ അറിവോടുകൂടി തന്നെയാണ്, അല്ലാതെ അവർ വെറുതെ വന്ന് എന്നെ ആക്രമിക്കുകയൊന്നുമില്ല എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അമ്മയ്ക്കൊരു ദോഷം വരണമെന്ന് അച്ഛനെ ആഗ്രഹിക്കുമെന്ന് ചോദിക്കുമ്പം എന്തുകൊണ്ടില്ല, സിദ്ധു എപ്പോഴും സിദ്ധുവിൻ്റെ പാർട്ടിക്ക് വേണ്ടിയാണ് നിൽക്കാറുള്ളത്. ഇപ്പോൾ തന്നെ ദേവിക സിദ്ധുവിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പം എന്നെ എങ്ങനെയും അടിച്ചൊതുക്കണമെന്ന് മാത്രമേ സിദ്ധു ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നീ പറയണമെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. VDFൻ്റെ പ്രവർത്തകർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ സിദ്ധുവിനും ദേവികയ്ക്കും ഒക്കെ പങ്കുണ്ടാവുമെന്ന്. അത് കേട്ടതും നന്ദൻ പറയുന്നുണ്ട് അമ്മയോട് ഞാൻ ഇനിയിപ്പോൾ എന്ത് പറയാനാ, ചങ്കെടുത്ത് കാണിച്ചാലും അമ്മ ചെമ്പരത്തി പോവാന്നേ പറയുള്ളൂ, എനിക്ക് അമ്മയോട് തർക്കിക്കാൻ നേരമില്ല എന്നും പറഞ്ഞ് നന്ദന അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ KDFൻ്റെ നേതാക്കളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പോകൊണ്ട് ചോദിക്കുന്നുണ്ട് സാറേ നമ്മൾ നാളെ എപ്പോഴാണ് പോകണമെന്ന് ചോദിക്കുമ്പം നാളെ നേരത്തെ തന്നെ പോകണം പ്രഭാവതി, അവിടെ ഒരുപാട് പ്രവർത്തകർ കാത്തിരിക്കും, അവരെ നമുക്ക് ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് രാവിലെ തന്നെ പ്രഭാവതി റെഡിയായിട്ട് ഇങ്ങോട്ട് വരുവാണോ ഞങ്ങൾ അങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞാൻ റെഡിയായി അങ്ങോട്ട് വന്നോളാം, നിങ്ങളവിടെ ഉണ്ടായാൽ മതിയെന്ന്. എന്നാൽ ശരി പ്രഭാവതി നാളെ നമുക്ക് കാണാമെന്നും പറഞ്ഞ് അങ്ങനെ പ്രഭാവതി ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ നമ്മളുടെ ഭാർഗവി ചന്ദ്രോത്തേക്ക് വരാണ്. ചന്ദ്രോത്ത് വന്നതും ഭാർഗവി വേഗം തന്നെ പ്രഭാവതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രഭകുഞ്ഞ് ഇന്നല്ലേ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം? അതേ ഭാർഗവി, ഇന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോവാം. പ്രഭകുഞ്ഞിൻ്റെ കൂടെ ആരൊക്കെ വരുന്നതെന്ന് ചോദിക്കുമ്പം എൻ്റെ കൂടെ വരാനിപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, സിദ്ധു ആണെങ്കിൽ വരില്ല, പിന്നെ നന്ദനാണെങ്കിൽ അവൻ്റെ ഭാര്യയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കാമല്ലേ, അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരുമെന്ന് പറയുമ്പം ഭാർഗവി ചോദിക്കുന്നുണ്ട് ഗിരി വരില്ലേ എന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് പിന്നെ ഗിരി വരാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ തന്നെ KDFൻ്റെ നേതാക്കൾ എല്ലാവരും ചേർന്ന് ഗിരിയാണ് എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ഗിരി ഉണ്ടാവും. ഗിരി ഇങ്ങോട്ട് വരില്ലായിരിക്കും, നേരെ അങ്ങോട്ട് വരികയുള്ളായിരിക്കും, എന്തായാലും ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്കായി ഇറങ്ങണേന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് നന്ദൻ വീട്ടിൽ വന്നിരുന്നു, നന്ദൻ പറയണത് പ്രഭകുഞ്ഞിനോട് എങ്ങനെയെങ്കിലും നോമിനേഷൻ കൊടുക്കാതിരിക്കാൻ പറയണമെന്നാ, ഞാൻ പറഞ്ഞാൽ പ്രഭകുഞ്ഞ് കേൾക്കുമെന്നാണ് അവൻ പറയണേ. പ്രഭകുഞ്ഞിൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല ഭാർഗവി, അതിൻ്റെ ഒരു വാശിയാണ്, ഞാൻ പിന്മാറിയിട്ടുണ്ടെങ്കിൽ വിജയിക്കാൻ പോകുന്നത് ആ അരുന്ധതി ആയിരിക്കും, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല, അവളെങ്ങാനും വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, എൻ്റെ കുടുംബം തകർക്കാനാണ് അവൾ കച്ച കെട്ടി ഇറങ്ങിയേക്കണേ, അതെനിക്ക് സമ്മതിച്ചു
കൊടുക്കാൻ പറ്റില്ല ഭാർഗവി. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എന്നാൽ പ്രഭകുഞ്ഞിന് ദേവിമോളോടും നന്ദമോനോടും സിദ്ധാർത്ഥൻ സാറിനോടും പറയാൻ പാടില്ലെന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല ഭാർഗവി. പറയാൻ പറ്റിയൊരു സാഹചര്യമല്ല. ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞാലും അവരാരും വിശ്വസിക്കണമെന്നുമില്ല. ദേവികയ്ക്കും നന്ദനും അരുന്ധതി എന്തോ വലിയൊരു സംഭവമാണെന്നുള്ള തോന്നലാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇലക്ഷൻ കഴിയട്ടെ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാ സത്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞോളാം. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, എല്ലാവരും പറയണത് പ്രഭകുഞ്ഞ് തോക്കും, ദേവിക ജയിക്കുമെന്ന. ദേവികയുടെ മുമ്പിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ പ്രഭകുഞ്ഞിനെ അത് സഹിക്കാൻ പറ്റുമോ പ്രഭകുഞ്ഞെന്ന് ചോദിക്കുമ്പം അതൊക്കെ ആളുകളുടെ വെറും തോന്നൽ മാത്രം ഭാർഗവി. ദേവിക ഒരിക്കലും ജയിക്കില്ല. അതിന് വേണ്ട എല്ലാ കളികളും ഞാൻ കളിക്കുന്നുണ്ട്. ഞാൻ ഉറപ്പായിട്ടും ജയിക്കും. അതോർത്ത് ഭാർഗവി വിഷമിക്കുകയൊന്നും വേണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് ദേവികേനെ നന്ദനെയാണ്. നന്ദനോട് ദേവിക ചോദിക്കുന്നുണ്ട്, അമ്മ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പം നന്ദു കൂടെ പോണില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല ഞാൻ പോണില്ല. അതെന്താ നന്ദു, അമ്മ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ നന്ദു കൂടെ ചെന്നില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഞാൻ അമ്മയോട് പറഞ്ഞു നോമിനേഷൻ കൊടുക്കണ്ടെന്ന്, പക്ഷെ അമ്മ അത് അംഗീകരിക്കണില്ല. പിന്നെ അച്ഛൻ അമ്മയുടെ കൂടെ പോകുമെന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അത് നല്ല കാര്യമായി, അച്ഛൻ ഒരിക്കലും പോവില്ല. അപ്പോൾ പിന്നെ അമ്മ ഒറ്റയ്ക്കാണ് നോമിനേഷൻ കൊടുക്കാൻ പോണതെന്ന് ചോദിക്കുമ്പം അമ്മ മാത്രമല്ലല്ലോ, അമ്മയുടെ പാർട്ടിക്കാരും ഉണ്ടാവും. ചിലപ്പോൾ ഗിരീഷേട്ടനുണ്ടാവും. അമ്മയുടെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചുമതലകളും പാർട്ടി ഇപ്പോൾ ഗിരീഷേട്ടനെ അല്ലേ ഏൽപ്പിച്ചേക്കണേ. അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കൊന്നും ആവില്ല, ഗിരീഷേട്ടൻ കൂടെ ഉണ്ടാവും. ചിലപ്പോൾ രജനി ചേച്ചിയും പോവുമായിരിക്കുമെന്ന്. പിന്നീട് ദേവിക പറയുന്നുണ്ട്, ഇതിപ്പോൾ വലിയൊരു ടെൻഷനായല്ലോ നന്ദു, ആര് ജയിച്ചാലും പ്രശ്നമാവും. ഞാൻ തോറ്റു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല, പക്ഷേ അമ്മ തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് എൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുമോ, അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അപ്പോൾ പറയാൻ പറ്റില്ല. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, മത്സരത്തിൽ ആര് ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല, പക്ഷേ മത്സരം നല്ല രീതിക്ക് പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ തന്നെ അമ്മയെ ആക്രമിച്ചത് VDF-ൻ്റെ പ്രവർത്തകരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് തിരിച്ചടിയായിട്ട് KDF-ൻ്റെ പ്രവർത്തകർ ദേവികേനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദേവി ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഞാനത് സൂക്ഷിച്ച് തന്നെയാണ് നന്ദു നടക്കണേ, എപ്പോൾ വേണമെങ്കിലും ഒരാക്രമണം ഉണ്ടാവാമെന്നുള്ളത് എനിക്കറിയാം. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതിനെയും ത്യാഗരാജനെയാണ്. ചന്ദ്രമതി ഇങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഈ ബലരാമൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് ത്യാഗരാജൻ വന്നിട്ട്, ചേച്ചി നമുക്ക് പോകാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ പോകാറായി, എന്തായാലും നമുക്ക് നേരത്തെ തന്നെ പോകണം ചേച്ചി, എല്ലാവരും അവിടെ എത്തിയിട്ട് നമ്മൾ നോക്കിയിരിക്കും എന്ന് പറയുമ്പം ചന്ദ്രമതി ഞാൻ റെഡിയായി, നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാമെന്നും പറഞ്ഞ് വരാനായിട്ട് തുടങ്ങുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട്, ഇന്ന് പ്രഭാവതി വരില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പം അതെ, പ്രഭ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോവുക, അതുകൊണ്ട് വരില്ല എന്ന് എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട്, അതൊക്കെ അവരുടെ വെറും നമ്പറാണ്, ബലരാമൻ അളിയൻ്റെ പരിപാടിക്ക് വരാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് അവർ ഇന്ന് തന്നെ നോമിനേഷൻ കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇന്നലെ കൊടുത്തുകൂടായിരുന്നോ, അല്ലെങ്കിൽ നാളെ കൊടുത്താലും മതിയല്ലോ, ഇനിയും സമയമുണ്ടല്ലോ, ഇന്ന് തന്നെ അവരത് കൊടുക്കാൻ തീരുമാനിച്ചത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണെന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, അതൊന്നും അല്ല ത്യാഗരാജ, എനിക്കറിയാവുന്നതല്ലേ പ്രഭയെ, പ്രഭ അങ്ങനെ എന്തെങ്കിലും ഒരു ഒഴിവ് പറയണ ആളൊന്നുമല്ല, ഇപ്പോൾ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. അതുമാത്രമല്ല ഇതിപ്പോൾ VDF-ൻ്റെ ഒരു പരിപാടിയല്ലേ, അവിടെ KDF-ൻ്റെ സ്ഥാനാർത്ഥി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് KDF-ൻ്റെ നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, അതുകൊണ്ടാണ് പ്രഭ പങ്കെടുക്കാത്തതെന്ന്. ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് പ്രഭാവതി നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പം കൂടെ പോകുന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്തായാലും സിദ്ധാർത്ഥൻ പോകുമെന്ന് തോന്നണില്ല, സിദ്ധാർത്ഥൻ ഇന്നത്തെ പരിപാടിക്ക് വരുന്നുണ്ട്, പിന്നീട് നന്ദനോ ദേവികയോ ആരെങ്കിലും പോകുമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട്, ഇന്നത്തെ നോമിനേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പ്ലാനൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന്. അത് കേട്ടത് നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ ഇങ്ങനെ സംശയത്തിൽ ത്യാഗരാജനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതിക്ക് ത്യാഗരാജൻ്റെ പഴയ പ്രവൃത്തികളെല്ലാം മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ആ സമയം ചന്ദ്രമതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവൻ പ്രഭാവതിയെ അപായപ്പെടുത്താനുള്ള എന്തെങ്കിലും ഏർപ്പാടായിരിക്കുമോ ചെയ്തേക്കണേ, എന്തായാലും എത്രയും പെട്ടെന്ന് ഇത് പ്രഭയെ വിളിച്ചറിയിക്കണം, പ്രഭയ്ക്കൊരു ആപത്ത് വരണത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ത്യാഗരാജനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല, ഇതിനു മുമ്പ് പല പ്രാവശ്യം ത്യാഗരാജൻ എന്നെയും അതുപോലെ ചന്ദ്രോത്തുള്ളവരെയും അപായപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചന്ദ്രമതി ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട്, എന്താ ത്യാഗരാജ നീ ഏർപ്പാട് ചെയ്തേക്കണേന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട് ചേച്ചി, ഇപ്പോൾ അതൊന്നും അറിയണ്ട, എന്തായാലും സമയമാകുമ്പോൾ ചേച്ചി താനേ അറിഞ്ഞോളൂന്ന്. അതും പറഞ്ഞ് ത്യാഗരാജൻ അങ്ങോട്ട് പോയതും ചന്ദ്രമതി ത്യാഗരാജൻ പോയതും ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫോണെടുത്ത് പ്രഭാവതിക്ക് വിളിക്കുന്നുണ്ട്. പ്രഭാവതിയാണെങ്കിൽ ഫോൺ എടുത്തതും എന്താ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പം പ്രഭേ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്, പ്രഭയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല ചന്ദ്രമതി ആരുമില്ല പറഞ്ഞു എന്ന് പറയുന്നു. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, ത്യാഗരാജൻ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്,
എന്ത് കാര്യങ്ങളാണ് ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല പ്രഭേ, എന്തോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ്റെ സ്വഭാവം പ്രഭാവതിക്ക് അറിയാലോ. എന്താ അവൻ പ്ലാൻ ചെയ്തേക്കണേന്നൊന്നും എനിക്കൊരു പിടിയില്ല. അതുകൊണ്ട് പ്രഭ സൂക്ഷിക്കണം കേട്ടോ. ഇന്നിപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ പോണ കാര്യമൊക്കെ അവനക്കറിയാം. അതുകൊണ്ട് തന്നെ പോണ വഴിക്ക് അവൻ എന്തെങ്കിലും അപകടം വരുത്തുമെന്നൊന്നും അറിയില്ല. പ്രഭ ഒരുപാട് സൂക്ഷിക്കണം കേട്ടോ. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ചന്ദ്രമതി ഇത് വിളിച്ച് പറഞ്ഞതിന് എനിക്ക് ചന്ദ്രമതിയോട് തീരാത്ത നന്ദിയുണ്ട്. എന്തായാലും ഞാൻ സൂക്ഷിച്ചോളാം ചന്ദ്രമതി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥൻ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ മന്ത്രി രാധാകൃഷ്ണൻ വന്നിട്ട് എന്താ ഈ സിദ്ധാർത്ഥ കാര്യങ്ങൾ, പ്രഭാവതി ഇന്ന് നോമിനേഷൻ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രഭയോട് ഞാൻ ഒരുപാട് സംസാരിച്ചു, പക്ഷേ പ്രഭ നോമിനേഷനിൽ നിന്ന് പിന്മാറുന്നില്ല. എന്തായാലും പ്രഭാവതിയെ എങ്ങനെയും തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇനി എൻ്റെ ലക്ഷ്യം. അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, പ്രഭാവതിയെ തോൽപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ സമയത്ത് രാധാകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാവോ സിദ്ധാർത്ഥ? ഒന്നുമില്ലെങ്കിലും പ്രഭാവതി നിങ്ങളുടെ ഭാര്യയല്ലേ, അതുകൊണ്ട് നിങ്ങൾ അവളെ തോൽപ്പിക്കൂ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംശയവും വേണ്ട, ദേവിക ജയിക്കും, പ്രഭാവതി തോറ്റിരിക്കും, അതെൻ്റെ വാക്കാന്ന്. അത് കേട്ടതും രാധാകൃഷ്ണനൊരു സമാധാനമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ നോമിനേഷൻ കൊടുക്കാൻ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, പ്രഭേ നീ ഇതിൽ നിന്നും പിന്മാറുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല, എനിക്കൊരു വാക്കേ ഉള്ളൂ, ഞാൻ വാക്ക് പറഞ്ഞാൽ അത് മാറ്റാറൊന്നുമില്ല. എന്തായാലും ഞാൻ നോമിനേഷൻ കൊടുക്കുകയും ചെയ്യും, മത്സരിക്കുകയും ചെയ്യും. സിദ്ധുവിന് എൻ്റെ കൂടെ വന്നെങ്കിൽ വരാമെന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനിന്നും വരുന്നില്ല, എനിക്ക് ബലരാമൻ്റെ ഓർമ്മ ചടങ്ങിന് പോകണം, അതുകൊണ്ട് പ്രഭ ഒറ്റയ്ക്ക് പോയിക്കോന്ന്. എന്നാൽ ശരി സിദ്ധു ഇറങ്ങിക്കോ, ഞാൻ ഇപ്പോൾ അവർ വരുമ്പോൾ അവരുടെ കൂടെ പോകുമെന്ന് പറയുന്നു. ആ സമയത്ത് നമ്മളുടെ KDFൻ്റെ നേതാക്കൾ പ്രഭാവതിയെ വിളിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അവർ വന്നതും മേഡം റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ റെഡിയാണ്, മേഡം ഒറ്റയ്ക്കാണോ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ കൂടെ വരാൻ വേറെ ആരുമില്ല, എന്തായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പ്രഭാവതി അവരുടെ കൂടെ കാറിൽ കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതി കാറിൽ വരുന്ന സമയത്ത് നമ്മളുടെ ത്യാഗരാജൻ്റെ ഗുണ്ടകളാണെന്ന് തോന്നുന്നു കാറ് തടഞ്ഞു നിർത്തുന്ന ആ ഒരു ഇതാണ് കാണിക്കുന്നത്. പക്ഷേ ത്യാഗരാജൻ്റെ ആ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ത്യാഗരാജൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് നമ്മളുടെ ചന്ദ്രമതി പറഞ്ഞതുകൊണ്ട് തന്നെ പ്രഭാവതി പോകുമ്പോൾ വളരെ സൂക്ഷിച്ചേ പോകുള്ളൂ. ആ കാറിൽ മിക്കവാറും പ്രഭാവതി ഉണ്ടാവാനും സാധ്യതയില്ല. ഗുണ്ടകൾ കാറ് തടഞ്ഞു നിർത്തി പ്രഭാവതിയെ തിരയണ സമയം കൊണ്ട് തന്നെ പ്രഭാവതി നോമിനേഷൻ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ത്യാഗരാജൻ്റെ പ്ലാൻ 8 നിലയിൽ തന്നെ പൊട്ടും, അതിലൊരു സംശയമില്ല. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.